Hi guys, and welcome to today's session of the Hindu Decode by Geoid. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് ആക്സിയോം 4 മിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. അത് ആ ഒരു മിഷൻ ഇപ്പോൾ ഡിലേ ആയിട്ടുണ്ട് ആൻഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു പ്രിലിംസ് റെലവൻസ് GS പേപ്പർ 1 വരുന്നതാണ്, കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ്. ആൻഡ് മെയിൻസിൽ GS പേപ്പർ 3 വരുന്നതാണ്, അവയർനെസ് ഇൻ ദ ഫീൽഡ് ഓഫ് IT, സ്പേസ്, കമ്പ്യൂട്ടേഴ്സ്, റോബോട്ടിക്സ്, നാനോ ടെക്നോളജി, ബയോടെക്നോളജി ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഈ ഒരു ന്യൂസ്, ഈ ഒരു ആക്സിയോം 4 റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്രാവശ്യത്തെ പ്രിലിംസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, 2025 പ്രിലിംസിൽ ആക്സിയോം 4 പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ആക്സിയോം 4 സ്പാഡെക്സും ഗഗന്യാനും ആയിരുന്നു എന്ന് തോന്നുന്നു. സോ ഈ ഒരു 3 ഓപ്ഷൻസ് വന്നിട്ട് 3 സ്പേസ് മിഷൻസ് ആണ്, നമുക്കറിയാം. ആൻഡ് എന്നിട്ട് ചോദ്യം ഇങ്ങനെയായിരുന്നു, അതായത് ഇതിൽ ഏതൊക്കെ സ്പേസ് മിഷൻസ് ആണ് ഈ ഒരു മൈക്രോ ഗ്രാവിറ്റി റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇപ്രാവശ്യത്തെ പ്രിലിംസിൽ ഉണ്ടായിരുന്നു. സോ UPSCയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരു ഓപ്ഷനായിട്ട് വന്നത് നെക്സ്റ്റ് ഇയറിലുള്ളൊരു പോസിബിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇനി ആക്സിയോം 4 വരുന്ന റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസസ് ഒക്കെ ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ ആസ്ട്രോനോട്ടായ ശുഭാൻഷു ശുക്ല ഇതിലൊരു മെമ്പറാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ആൻഡ് സോ ഈ ഒരു ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആക്സിയോം സ്പേസ് എന്നുള്ളൊരു കമ്പനി ദേ ഹാവ് പ്ലാൻ ടു സെൻഡ് എ സ്പേസ് മിഷൻ. അതിൻ്റെ പേരാണ് ഈ ഒരു ആക്സിയോം 4 എന്നുള്ളത്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ളൊരു മിഷനാണ്. ഇതിൽ വൺ ഓഫ് ദ ആസ്ട്രോനോട്ട്, ഈ ഒരു മിഷന് വേണ്ടി ചൂസ് ചെയ്ത വൺ ഓഫ് ദ ആസ്ട്രോനോട്ട് വാസ് ശുഭാൻഷു ശുക്ല ആൻഡ് ഇന്ത്യക്കാരനാണ്. സോ ഈ ഒരു റോക്കറ്റ് പ്ലാൻ ചെയ്തതുപോലെ ലോഞ്ച് ചെയ്തിരുന്നുവെങ്കിൽ ഹി വുഡ് ഹാവ് ബീൻ ദ ഫസ്റ്റ് ഇന്ത്യൻ ഇൻ സ്പേസ് ഇൻ 40 years. ഓക്കെ, 40 വർഷത്തിൽ സ്പേസിൽ പോകുന്ന ആദ്യത്തെ ഇന്ത്യൻ ആയിരിക്കും. അതേപോലെ തന്നെ ഹി വിൽ ബി ദി ഫസ്റ്റ് ഇന്ത്യൻ എവർ ടു വിസിറ്റ് ദി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഈ ഒരു മിഷൻ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് ഫോർ ആൻ അൺനോൺ ടൈം. സോ ദ ലോഞ്ച് വിൽ നോട്ട് ഹാപ്പൻ സൂൺ. സോ ഈ ആക്സിയോം 4 എന്നുള്ളത് US കമ്പനിയായ ആക്സോം സ്പേസിൻ്റെ 4ാമത്തെ മിഷനാണ്. ഓക്കെ, ആക്സിയോം 4 ഇസ് ദ 4th മിഷൻ പ്ലാൻ ബൈ എ US കമ്പനി കോൾഡ് ആക്സിയോം സ്പേസ് ടു ഗോ ടു ദി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. സോ ഇതിൽ 4 ആസ്ട്രോനോട്ട്സ് ആണ് ഉള്ളത്. ഇതിൻ്റെ മിഷൻ കമാൻഡർ US-കാരനായിട്ടുള്ള പെഗി വിറ്റ്സൺ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കാരനായ ശുഭാൻഷു ശുക്ല, അതേപോലെ തന്നെ ഒരു പോളണ്ടുകാരനുണ്ട്, പുള്ളിയുടെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ ഇത്തിരി സീനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതേപോലെ ഒരു ഹംഗറിക്കാരനുണ്ട്, ടിബോർ കാപ്പു എന്നാണ്. സോ ഇവരുടെ പേരുകളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഇവരൊക്കെ ഏത് രാജ്യക്കാരാണെന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, പേരുകൾ കംപ്ലീറ്റ് ആയിട്ട് മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. സോ ബേസിക്കലി ഇതൊരു കൊമേഴ്ഷ്യൽ മിഷനാണ്. ഓക്കെ, കൊമേഴ്ഷ്യൽ മിഷൻ എന്ന് പറയാൻ കാരണം, ഇത് നാസയുടെ യൂഷ്വൽ മിഷൻസിൻ്റെ ഒരു പാർട്ടല്ല. ഇത് റൺ ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനീസ് ആണ്. നമ്മുടെ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സും അതേപോലെ ആക്സിയോം സ്പേസും കൂടിയിട്ടാണ്. ഓക്കെ, സോ ബേസിക്കലി ഇതൊരു കൊമേഴ്ഷ്യൽ മിഷനാണ്. സോ ഈ ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ദ റോക്കറ്റ് യൂസ്ഡ് വിൽ ബി സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 ആയിരിക്കും അതിൽ യൂസ് ചെയ്യുന്ന റോക്കറ്റ്. ആൻഡ് ആസ്ട്രോനോട്ട്സ് ദേ വിൽ ഫ്ലൈ ഇൻ ദി ഡ്രാഗൺ ക്യാപ്സ്യൂൾ. സോ ഈ ഒരു ഡ്രാഗൺ ക്യാപ്സ്യൂൾ എന്നുള്ള സാധനം നമുക്ക് ഫെമിലിയർ ആയിരിക്കും. അതായത് നമ്മുടെ നാസയുടെ ആസ്ട്രോനോട്ട്സ് ആയ നമ്മുടെ സുനിത വില്യംസും അതേപോലെ തന്നെ ബുഷ് വിൽമോറും തിരിച്ച് എർത്തിലോട്ട് വന്നത് ഈ ഒരു സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ക്യാപ്സ്യൂളിലാണല്ലേ, ആഫ്റ്റർ 9 months സ്റ്റേ ഓൺ ദി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഓക്കെ, സോ ആ ഒരു വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മുടെ ISRO, ഇന്ത്യയുടെ സ്പേസ് ഏജൻസി ആയ ISRO ഏകദേശം 500 കോടിയുടെ അടുത്ത് മുടക്കിയിട്ടുണ്ട് ടു സെൻഡ് ശുഭാൻഷു ശുക്ല ഓൺ ദിസ് മിഷൻ. സോ ഇത് നമ്മുടെ ഇന്ത്യ US ആ ഒരു സ്പേസ് കോർപ്പറേഷൻ സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ്, വിച്ച് വാസ് അനൗൺസ്ഡ് ഇൻ 2023. അപ്പോൾ ശുക്ല ഇതിന് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയുടെ തന്നെ സ്പേസ് മിഷനായ നമുക്കറിയാം ഗഗൻയാൻ എന്നുള്ള മിഷന് വേണ്ടി കൂടിയിട്ട് ശുക്ല, ഈ ഒരു ശുഭാൻഷു ശുക്ല ഈസ് ഗോയിങ് ട്രെയിനിങ് ഫോർ ഇന്ത്യാസ് ഓൺ സ്പേസ് മിഷൻ വിച്ച് ഈസ് ഗഗൻയാൻ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആക്സിയോം 4 എന്നുള്ള ഈ ഒരു മിഷൻ്റെ ബാക്കപ്പായിട്ട് ഈ ഒരു മിഷൻ്റെ ബാക്കപ്പ് പ്ലാനിൽ വേറൊരു ഇന്ത്യൻ ആസ്ട്രോനോട്ടും കൂടി ഉണ്ട്. പുള്ളിയുടെ പേര് പ്രശാന്ത് നായർ എന്നാണ്. സോ ഈ
പ്രശാന്ത് നായരെ പറ്റിയിട്ട് പറയുമ്പോൾ പുള്ളി ഒരു ടെസ്റ്റ് പൈലറ്റാണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലെ. പിന്നെ ഞാനൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയും പുള്ളി പാലക്കാട്ടുകാരനാണ്. സോ എൻ്റെ വീടും പാലക്കാടാണ്. ആൻഡ് ഈ ഒരു മിഷൻ മെയിനായിട്ട് ഈ ഒരു ആക്സിയം 4 പോസ്റ്റ്പോൺ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് റോക്കറ്റ് ഫ്യൂവലിലുള്ള ആ ഒരു ലീക്കേജ് ആണ്. സോ ഈ ഒരു സ്പേസ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി കണ്ടുപിടിച്ചു ഒരു ലീക്ക് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഡ്യൂറിങ് എ ടെസ്റ്റ് ഇൻ ദി റോക്കറ്റ്സ് എൻജിൻ. സോ ഈ ഒരു എൻജിനിൽ ഇവിടെയാണ് ഈ ഒരു എൻജിനിലാണ് ലിക്വിഡ് ഓക്സിജൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഡ്യൂറിങ് എ ടെസ്റ്റ് SpaceX found a leak in the rocket's engine where liquid oxygen is stored. സോ ഈ ഒരു ലിക്വിഡ് ഓക്സിജൻ എന്ന് പറയുന്നത് ഇത് എക്സ്ട്രീംലി കോൾഡ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്. ആൻഡ് ഇത് റോക്കറ്റ് ഫ്യൂവലിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. സോ ഇങ്ങനൊരു ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് ആ ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി അൺസേഫ് ടു ലോഞ്ച്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, ആദ്യത്തെ റീസൺ നമ്മൾ പറഞ്ഞു റോക്കറ്റ് ഫ്യൂവലിലുള്ള ലീക്കാണ് ഈ ഒരു മിഷൻ പോസ്റ്റ്പോണ്ട് ചെയ്യാനുള്ള കാരണം. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ബാഡ് വെതറും ടെക്നിക്കൽ പ്രോബ്ലംസും ആണ്. ഓൾറെഡി 4 തവണ ഈ ഒരു മിഷൻ ഡിലേ ആയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ബാഡ് വെതർ ആൻഡ് സം അതർ ടെക്നിക്കൽ ഇഷ്യൂസ് വിത്ത് ദ റോക്കറ്റ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഒരു പ്രശ്നം കണ്ടെത്തിയിരുന്നു. നാസ ഒരു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു പ്രഷർ റീഡിംഗ് കണ്ടെത്തിയിരുന്നു. ജൂൺ 12 നാസ ഫൗണ്ട് സ്ട്രേഞ്ച് പ്രഷർ റീഡിംഗ് ഇൻ പാർട്ട് ഓഫ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. സോ നമ്മുടെ റഷ്യയുടെ സ്പേസ് ഏജൻസി ആയ റോസ്കോസ്മോസും അതേപോലെ നാസയും ഇത് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ്, സേഫ്റ്റി ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ചെക്കിങ് ഇറ്റ് ഫോർ സേഫ്റ്റി. സോ ഈ ഒരു ലോഞ്ച് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ടു ഗീവ് മോർ ടൈം ആൻഡ് ടു ഫിക്സ് എന്നുള്ളതാണ്. പിന്നെ ആ ഒരു ഇഷ്യൂ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ഫ്യൂവൽ ലീക്കും അതേപോലെ ബാഡ് വെതറും പിന്നെ ഈ ഒരു സ്പേസ് സ്റ്റേഷനിലുള്ള ഇഷ്യൂസുമാണ് ഈ ഒരു മിഷൻ മെയിനായിട്ട് ലാഗ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തുകൊണ്ടാണ് ആ ഒരു വൈ എ ന്യൂ ലോഞ്ച് ഡേറ്റ് വാസിൻറ്റ് ഗിവൺ റൈറ്റ് അവേ എന്നുള്ളതാണ്. ഒന്ന് ആ ഒരു ലിക്വിഡ് ഓക്സിജൻ്റെ ലീക്കാണ്. അതൊരു വളരെ വലിയൊരു ഇഷ്യൂ ആണ്. ഇറ്റ് ഈസ് എ സീരിയസ് റോക്കറ്റ് പ്രോബ്ലം. സോ സ്പേസ് എക്സിന് സമയം വേണം. അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അത് എന്തുകൊണ്ടാണ് ഉണ്ടായത്, അതെങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതിൽ ദ നീഡ് ടൈം ടു ഫൈൻഡ് ഔട്ട് വാട്ട് കോസ്റ്റ് ഇറ്റ് ആൻഡ് ടു ഫിക്സ് ഇറ്റ്. പക്ഷേ അവർക്ക് അറിയില്ല, ദേ ഡോണ്ട് നോ ഹൗ ലോങ് ദാറ്റ് ഇറ്റ് വുഡ് ടേക്ക്. പിന്നെ പെർഫെക്റ്റ് ടൈമിങ് വളരെ ആവശ്യമാണല്ലേ. വളരെ കെയർഫുൾ പ്ലാനിങ് വേണ്ട ഒരു പരിപാടിയാണ്. സോ ലോഞ്ചിങ് ടു ദി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഹാസ് ടു ഹാപ്പൻ അറ്റ് ദ റൈറ്റ് ടൈം വെൻ ദ പാത്ത് ഈസ് ഗുഡ് ആൻഡ് ഫ്യൂവൽ യൂസ് ഈസ് ലോ. പിന്നെ നമുക്ക് പറയാനുള്ളത് ക്രൗഡഡ് ഷെഡ്യൂളാണ്. ഓക്കെ, നമ്മുടെ നാസയ്ക്കും അതേപോലെ റോസ്കോസ്മോസിനൊക്കെ നമ്മുടെ ആ ഒരു റഷ്യയുടെ സ്പേസ് ഏജൻസിക്കൊക്കെ അവർക്കൊക്കെ ഓൾറെഡി അവർ കുറേ മിഷൻസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് സോ അത് എല്ലാവരുടെ ആ ഒരു ഷെഡ്യൂളും കറക്റ്റ് ആയാലേ ആണ് നമുക്കത് ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡോക്കിംഗ് സ്പേസേ ഉള്ളൂ. സോ ഈ ഒരു സ്പേസ് ഡോക്കിംഗ് ശരിക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻ്റർസ്റ്റെല്ലാർ മൂവി കണ്ടവർക്ക് അറിയാം ആ ഒരു സ്പേസ് ഡോക്കിംഗ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഫിലിമിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള ആ ഒരു ലിമിറ്റഡ് ഡോക്കിംഗ് സ്പേസും അതേപോലെ തന്നെ വേറെ സ്പേസ് ഏജൻസീസ് ആയ നാസയും റോസ്കോസ്മോസിൻ്റെയും വേറെ മിഷനൊക്കെ അവർ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതുകൊണ്ട് ആ ഒരു ടൈമിംഗ് ശരിയായാൽ മാത്രമേ ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ ടൈമിംഗ് മസ്റ്റ് ഫിക്സ് വിത്ത് എവരി വൺസ് ഷെഡ്യൂൾ എന്നുള്ളതാണ്. പുതിയ ഡേറ്റ് പിന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. നൗ ഐസ് ജൂൺ 19 ലിഫ്റ്റ് ഓഫ്. ഓക്കെ, സോ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു ദേ സെഡ് ദേ ആർ ട്രൈങ് ടു ലോഞ്ച് അഗെയിൻ ഓൺ ജൂൺ 19 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ന്യൂ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഈ ഒരു ലിക്വിഡ് ഓക്സിജൻ്റെ ലീക്കിനെ പറ്റിയിട്ട് പറഞ്ഞു അല്ലേ. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇങ്ങനൊരു ലീക്ക് ഫിക്സ് ചെയ്യാൻ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു സീ എന്നുള്ളതാണ്. അതായത് ഈ ഒരു ലിക്വിഡ് ഓക്സിജൻ ഇത് ലീക്കായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഒരു ഇൻവിസിബിൾ ഗ്യാസ് ആയിട്ട് മാറും. ഓക്കെ, അതേപോലെ തന്നെ എയർ വിൽ മൂവ് ഇറ്റ് എവേ വെരി ക്വിക്ക്ലി. സോ ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. പിന്നെ ഈ ഒരു ലീക്ക് മോസ്റ്റ്ലി ഇങ്ങനത്തെ ലീക്കുകളൊക്കെ ഉണ്ടാവുന്നത് വളരെ ടൈറ്റ് സ്പോട്ടിലും ഹിഡൻ സ്പോട്ടുകളിലൊക്കെയാണ്. സോ അതിന് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു സൂപ്പർ കോൾഡ് പ്രോബ്ലമാണ്. ഈ ഒരു ലിക്വിഡ് ഓക്സിജൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ടെമ്പറേച്ചർ നിയർലി ഒരു
-183 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ. സോ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് എക്സ്ട്രീംലി കോൾഡ്. ഓക്കെ, സോ നമുക്കറിയാം ഈ മെറ്റീരിയൽസ് ഒരുപാട് തണുപ്പായി കഴിഞ്ഞാൽ അത് ഷ്രിങ്ക് ആവും അല്ലെ, മെറ്റീരിയൽ ഷ്രിങ്ക് വെൻ ഇറ്റ്സ് കോൾഡ്. സോ ഈ ഒരു റിപ്പയറും കാര്യങ്ങളൊക്കെ ഇറ്റ് മസ്റ്റ് ബി ടെസ്റ്റഡ് ഇൻ ബോത്ത് വാം ആൻഡ് ഫ്രീസിങ് കണ്ടീഷൻസ്. ഇതിൻ്റെ ടെസ്റ്റിംഗ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, ആഫ്റ്റർ ഫിക്സിങ് ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ കൂടി ആഫ്റ്റർ ഫിക്സിങ് എഞ്ചിനീയേഴ്സ് ഹാവ് ടു ഡു മെനി അഡ്വാൻസ്ഡ് ടെസ്റ്റ്. ഓക്കെ, എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ദി ടെസ്റ്റ് ഓൺ ഹൗ ടു യൂസ് ഹീലിയം ഗ്യാസ്, അതേപോലെ ദേ ഹാവ് ടു ലുക്ക് ഫോർ ബബിൾസ്, അതേപോലെ ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ വേറെ സ്പെഷ്യൽ ക്യാമറാസിലൂടെയൊക്കെ നോക്കിയിട്ട് അത് സെറ്റ് ചെയ്യണം. സോ ഈ ഒരു ടെസ്റ്റ് ഇത് വളരെ സ്ലോ ആയിരിക്കും, പിന്നെ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. പിന്നെ ഇതിൽ എക്സ്പേർട്സിൻ്റെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യലായിട്ടുള്ള എഞ്ചിനീയേഴ്സ്, അതായത് ഈ ഒരു ക്രയോജനിക്, ഈ ഒരു സൂപ്പർ കോൾഡ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ക്രയോജനിക് എക്സ്പീരിയൻസ് ഉള്ള സ്പെഷ്യലായിട്ടുള്ള എഞ്ചിനീയേഴ്സിന് മാത്രമേ ഇത് സേഫായിട്ട് ഈ ഒരു ടെസ്റ്റ് നടത്താൻ സാധിക്കുള്ളൂ. ഈവൻ വിത്ത് സ്കിൽ ആൻഡ് ടൂൾസ് ഇറ്റ് ടേക്സ് ടൈം ആൻഡ് കെയർ ടു ഡു ഇറ്റ് റൈറ്റ്. സോ ഈ ഒരു LOX, ഈ ഒരു ലിക്വിഡ് ഓക്സിജൻ, ഈ ഒരു ലീക്ക് ഫിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ ട്രിക്കിയാണ്. അതൊരു സ്ലോ പ്രോസസ്സാണ്. ആൻഡ് മെയിനായിട്ടുള്ള എൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് റിക്വയർസ് എക്സ്പേർട്ട് ബിക്കോസ് ഇറ്റ്സ് ഇൻവിസിബിൾ, വെരി കോൾഡ് ആൻഡ് ഡേഞ്ചറസ് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. നമ്മുടെ ആ ഒരു ഇപ്പോൾ നമ്മുടെ എന്താണ് കാലിക്കറ്റിനടുത്തും നമ്മുടെ ബേപ്പൂർ കോസ്റ്റിനടുത്തും അതേപോലെ കൊച്ചിയിലും 2 കപ്പൽ അപകടങ്ങൾ ഉണ്ടായില്ലേ. ഒന്ന് തീപിടുത്തമായിരുന്നു, പിന്നൊന്ന് മുങ്ങിപ്പോലായിരുന്നു. സോ വിൽ ലുക്ക് ഓൺ ടു ദ ഇൻസിഡൻറ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഹൂ ടേക്സ് റെസ്പോൺസിബിലിറ്റി വെൻ എ ഷിപ്പ് സിങ്ക്സ്. സോ ഈ ഒരു ന്യൂസിൻ്റെ പ്രിലിംസ് റെലവൻസ് എന്താണെന്ന് വെച്ചാൽ, പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ് GS പേപ്പർ 1. അതേപോലെ തന്നെ മെയിൻസിൽ GS 2 വരുന്നതാണ്. ബൈലാറ്ററൽ, റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സ് ആൻഡ് എഗ്രിമെൻറ്റ്സ് ഇൻവോൾവിങ് ഇന്ത്യ ആൻഡ് ഓർ അഫക്റ്റിംഗ് ഇന്ത്യാസ് ഇൻട്രസ്റ്റ് എന്നൊരു ടോപ്പിക്കിൽ വരുന്നതാണ്. ഓക്കെ, സോ ജൂൺ 9 ഒരു സിംഗപ്പൂർ ഷിപ്പായ MV വാൻഹായ് 503 ഇറ്റ് കോട്ട് ഫയർ ഇൻ ദ സീ അല്ലെ. ഏകദേശം കേരളത്തിൻ്റെ ആ ഒരു ബേപ്പൂർ കോസ്റ്റ് നിന്ന് 88 നോട്ടിക്കൽ മൈൽസ് അവേ ആയിരുന്നു ഈ ഒരു അപകടം നടന്നത്. സോ ഈ ഒരു ഷിപ്പ് ഏകദേശം 2000 ടണ്ണിൻ്റെ അടുത്ത് ഫ്യൂവൽ ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു. ഏകദേശം 100ഓളം കാർഗോ കണ്ടെയ്നേഴ്സ് ഈ ഷിപ്പിലുണ്ടായിരുന്നു. ഇത് ജൂൺ 9 നടന്നു. ഇതിനു മുമ്പ് നമുക്കറിയാം മെയ് 25 വേറൊരു ഷിപ്പ്, അതായത് നമ്മുടെ ആ ഒരു മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ആ ഒരു ഷിപ്പായ എൽസ 3 അല്ലെ, ലൈബീരിയ എന്നുള്ള ഷിപ്പായിരുന്നു. അത് നമ്മുടെ കൊച്ചി തീരത്ത് മുങ്ങി അല്ലേ, ഇൻ കേരള. സോ ഇങ്ങനത്തെ ഈ ഒരു ബാക്ക് ടു ബാക്ക് ഇൻസിഡൻസ് ആൾക്കാരുടെ ഇടയിൽ ഒരുപാട് വെറീസ് സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് അബൌട്ട് എൻവയോൺമെൻറ്റൽ ഡാമേജ്. ഒന്നാമത്തെ കാര്യം എന്താ എൻവയോൺമെൻറ്റൽ ഡാമേജ് എന്ന് പറയാൻ കാരണം, നമുക്കറിയാം ഈ ഒരു ഷിപ്പുകൾ ചിലപ്പോൾ ഇത് ക്യാരി ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും അല്ലേ. ദാറ്റ് കുഡ് ഹാം അവർ മെറൈൻ ലൈഫ് ആൻഡ് പൊല്യൂട്ട് ദ സീ. സോ ഈ 2 സീരിയസ് ആയിട്ടുള്ള ഈ ഒരു ഷിപ്പ് ആക്സിഡൻസും നിയർ കേരള, ഒന്ന് തീപിടുത്തവും മറ്റൊന്ന് മുങ്ങലും, ഹാവ് റേസ്ഡ് ഫിയേഴ്സ് ഓഫ് ഓയിൽ സ്പിൽസ് ആൻഡ് പൊല്യൂഷൻ വിച്ച് കുഡ് ഹേർട്ട് ദി ഓഷ്യൻ ആൻഡ് കോസ്റ്റൽ ഏരിയാസ് എന്നുള്ളതാണ്. സോ ഇനി നമ്മൾ നോക്കാനുള്ളത് വിൽ ലുക്ക് ഓൺ ടു ദി ഗ്ലോബൽ ഷിപ്പിംഗ് റൂൾസ്, അതേപോലെ ഇന്ത്യയുടെ റോള്. സോ ആരാണ് ഇങ്ങനെ സീ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഷിപ്പ് സേഫ്റ്റി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ഉണ്ടാക്കുന്നത് എന്നാണ്. ഹൂ മേക്സ് ദ റൂൾസ്? നമുക്കറിയാം IMO ആണ്, ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനാണ് ഈ റൂൾസ് സെറ്റ് ചെയ്യുന്നത്. ഇവരൊരു UN ഏജൻസിയാണ്. ദേ മേക്ക് റൂൾസ് ഫോർ ഷിപ്പ് സേഫ്റ്റി, പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് ആക്സിഡൻറ്റ്സ്. അത് ഒരുപാട് രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട് ബൈ സൈനിങ് എഗ്രിമെൻറ്റ്സ്. നമുക്കറിയാം അതിനെ വിളിക്കുന്നത് കൺവെൻഷൻസ് എന്നാണ്. സോ എങ്ങനെയാണ് ഇന്ത്യ ഈ ഒരു റൂൾസ് ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യ യൂസ് ചെയ്യുന്നത് വി യൂസ് അവർ DG ഷിപ്പിംഗ്, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ടു അപ്ലൈ ദീസ് ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ റൂൾസ്. ചില സമയങ്ങളിൽ നമ്മൾ പാർലമെൻറ്റിലടക്കം ലോസ് പാസ്സാക്കാറുണ്ട് അല്ലേ, ടു മേക്ക് ദ റൂൾസ് ഒഫീഷ്യൽ.
സോ ഇന്ത്യ സൈൻ ചെയ്യാത്ത കുറച്ച് എഗ്രിമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അവിടെ മെയിനായിട്ട് നമ്മളിന്ന് 2 എഗ്രിമെൻറ്റ്സിനെ പറ്റിയിട്ട് പറയും. ഇന്ത്യ ഹാസ് നോട്ട് സൈൻ 2 ഇമ്പോർട്ടൻറ്റ് IMO എഗ്രിമെൻറ്റ്സ്. അതിൽ ഒന്ന് 2004 ബാലസ്റ്റ് വാട്ടർ കൺവെൻഷനാണ്. ഈ ഒരു പരിപാടി എന്താണെന്ന് നമുക്ക് വഴിയെ പറയാം. സോ ഇറ്റ് പ്രിവെൻറ്റ്സ് ദ സ്പ്രെഡ് ഓഫ് ഹാംഫുൾ സീ സ്പീഷീസ് ത്രൂ ഷിപ്പ് വാട്ടർ ടാങ്ക്സ്. അതേപോലെ തന്നെ 2010 HNS കൺവെൻഷനാണ്, ഹസാർഡസ് ആൻഡ് നോക്ഷ്യസ് സബ്സ്റ്റൻസസ്. സോ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, ഈ ഒരു ഡീല് ദിസ് ഡീൽ വിത്ത് ദി ആക്സിഡൻറ്റ്സ് ഇൻവോൾവിങ് ഡേഞ്ചറസ് കാർഗോ, നമ്മുടെ ആ ഒരു MSC El Sadri ആ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെ ആ ഒരു ഷിപ്പ് സാങ്കതിന് ശേഷം ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് അങ്ങനെ ആ ഒരു ഷിപ്പുകൾ അതുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്സ്റ്റൻസസ് ഒക്കെ കരയിലൊക്കെ വന്ന് അടിയണമെന്നുണ്ടെങ്കിൽ അത് തുടരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നിരുന്നല്ലോ നമ്മുടെ ഗവൺമെൻറ്. ഓക്കെ, സോ അതാണ്. സോ ഇന്ത്യ 2 മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു IMOൻ്റെ എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്തിട്ടില്ല. ഒന്ന് ബാലസ്റ്റ് വാട്ടർ കൺവെൻഷനും അതേപോലെ ഹസാർഡസ് ആൻഡ് നോക്ഷ്യസ് സബ്സ്റ്റൻസിൻ്റെ കൺവെൻഷനുമാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഫ്ലാഗ് ഓഫ് കൺവീനിയൻസ് എന്താണെന്നുള്ളതാണ്, FOC. സോ ഒരുപാട് ഷിപ്പുകൾ ഫോറിൻ ഫ്ലാഗ് യൂസ് ചെയ്യും. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ലൈബീരിയയും അതേപോലെ മാർഷൽ ഐലൻഡ്സും ഒക്കെ. സോ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവരുടെ ഹോം കൺട്രിയിലുള്ള സ്ട്രിക്റ്റർ ആയിട്ടുള്ള റൂൾസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഷിപ്പുകൾ ഫോറിൻ ഫ്ലാഗ് യൂസ് ചെയ്യും. ഓക്കെ, ലൈക്ക് ലൈബീരിയ ഓർ ദി മാർഷൽ ഐലൻഡ്സ്. സോ ഇതിന് പറയുന്നത് ഫ്ലാഗ് ഓഫ് കൺവീനിയൻസ് എന്നാണ്. സോ ഇത് ഷിപ്പ് ഓണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഒരു പൈസ ലാഭിക്കാൻ ഹെൽപ്പ് ചെയ്യും, അതേപോലെ തന്നെ ലീഗൽ ട്രബിളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഗ്ലോബൽ ഷിപ്പിംഗ് ഗവേൺ ചെയ്യുന്നത് ആ ഒരു IMO ആണ്, അവരുടെ റൂൾസാണ്. സോ ഇന്ത്യ മോസ്റ്റ്ലി ഈ ഒരു റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാറുണ്ട് ഉണ്ടെങ്കിൽ കൂടി വി ഹാവ് ജോയിൻഡ് സം കീ വൺസ് ലൈക്ക് ദി ബാലസ്റ്റ് വാട്ടർ കൺവെൻഷൻ ആൻഡ് ഹസാർഡസ് ആൻഡ് നോക്ഷ്യസ് സബ്സ്റ്റൻസ്. സോ കൺവെൻഷൻ ഒരുപാട് മെനി ഷിപ്സ് രജിസ്റ്റർ ഇൻ കൺട്രീസ് വിത്ത് ഈസിയർ ലോസ് ടു അവോയ്ഡ് സ്ട്രിക്റ്റ് റൂൾസ് എന്നുള്ളതാണ്. അതായത് ഒരുപാട് ഷിപ്പുകൾ അതായത് വേറെ കൺട്രീസിൽ കുറച്ചും കൂടി ഈസി ലോസും അതേപോലെ സ്ട്രിക്റ്റ് റൂൾസൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കൺട്രീസിൽ രജിസ്റ്റർ ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഈ ഒരു ബാലസ്റ്റ് വാട്ടർ കൺവെൻഷൻ എന്താണെന്ന് നോക്കുമ്പോൾ ഈ ഒരു ബാലസ്റ്റ് വാട്ടർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ബേസിക്കലി അതൊരു സീ വാട്ടറാണ്. അതായത് ഈ വലിയ ഷിപ്പുകളൊക്കെ ഈ സീ വാട്ടറിനെ, അതായത് ഈ ഒരു ബാലസ്റ്റ് വാട്ടറിനെ like big ships take in ballast waters into their tanks to stay balanced. ഓക്കെ, അവരുടെ ചിലപ്പോൾ അവരുടെ ഇനഫ് കാർഗോ ഒന്നും അവർ ക്യാരി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഷിപ്പിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ഈ ഒരു ഷിപ്പിൻ്റെ ടാങ്കിലോട്ട് ബാലസ്റ്റ് വാട്ടർ എടുക്കും, സീ വാട്ടർ എടുക്കും. ഓക്കെ, എന്നിട്ട് ഇവർ വേറെ ഏതെങ്കിലും പോർട്ട് എത്തുമ്പോൾ ഈ ഒരു വാട്ടറിനെ തിരിച്ച് കടലിലോട്ട് റിലീസ് ചെയ്യും. സോ നിങ്ങൾക്കിവിടെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പ്രോബ്ലം എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എന്നാലും പറയാം, വൈ ഈസ് ദിസ് എ പ്രോബ്ലം. സോ ഒരു സ്ഥലത്തുനിന്ന് വെള്ളം എടുത്തിട്ട്, അതായത് ഇപ്പോൾ ഇവർ വെൻ ദേ ടേക്ക് ഫ്രം വൺ പ്ലേസ് ഇറ്റ് വിൽ കണ്ടെയ്ൻ സോ മെനി ടൈനി സീ ക്രിയേച്ചേഴ്സ് ആൻഡ് അതേപോലെ ബാക്ടീരിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതേപോലെ പ്ലാന്റ് സീഡ്സ് ഒക്കെ ഉണ്ടാവും. എന്നിട്ട് ഇവർ ഒരു സ്ഥലത്തുനിന്ന് വെള്ളം എടുക്കുന്ന ടൈമിൽ അതിൽ ചെറിയ ക്രീച്ചേഴ്സും ബാക്ടീരിയയും പ്ലാന്റ് സീഡ്സ് ഒക്കെ ഉണ്ടാവും. എന്നിട്ട് ഇവർ ഈ ഒരു വെള്ളത്തിന് ഡംപ് ചെയ്യാൻ പോകുന്നത് വേറൊരു രാജ്യത്തിൻ്റെ വെള്ളത്തിലായിരിക്കും. ഓക്കെ, സോ ഇത് എന്തിന് കാരണമാവും? സോ ഈ ഫോറിൻ സ്പീഷീസ് ഒരു പുതിയ എൻവയോൺമെൻറ്റിലോട്ട് കയറും അല്ലേ, ദേ എൻ്റർ എ ന്യൂ എൻവയോൺമെൻറ്റ്. സോ അത് അവിടുത്തെ ലോക്കൽ മെറൈൻ ലൈഫിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും അല്ലേ. സോ വാട്ട് ഈസ് ദി ബാലസ്റ്റ് വാട്ടർ കൺവെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഗ്ലോബൽ റൂളാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് IMO ആണ്, ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനാണ്. സോ ഈ ഒരു കൺവെൻഷൻ പ്രകാരം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ദേ സേസ് ദാറ്റ് ഷിപ്പ് മസ്റ്റ് ക്ലീൻ ദി ബാലസ്റ്റ് വാട്ടർ. ഓക്കെ, ആ ഒരു ബാലസ്റ്റ് വാട്ടർ എടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അത് ക്ലീൻ ചെയ്യണം. വേറൊരു രാജ്യത്ത് കൊണ്ട് തട്ടുന്നതിന് മുമ്പ് അത് ക്ലീൻ ചെയ്യണം. ഓക്കെ, ബിഫോർ റിലീസിങ് ഇറ്റ്, സോ ദാറ്റ് നോ ഹാംഫുൾ സ്പീഷീസ് സ്പ്രെഡ് അക്രോസ് ദി ഓഷ്യൻ. സോ അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കൺവെൻഷൻ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഷിപ്സ് യൂസിങ് ഇന്ത്യൻ പോർട്സ് മേ നോട്ട് ബി ഫോളോയിങ് സ്ട്രിക്റ്റ് റൂൾസ് ടു ട്രീറ്റ് ബാലസ്റ്റ് വാട്ടേഴ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചൈനയിൽ നിന്നൊക്കെ
ഏതെങ്കിലും ഷിപ്പുകൾ ഈ ഒരു ബാലസ്റ്റ് വാട്ടർ എടുക്കുകയാണ്, അവിടെയൊക്കെ ഒരുപാട് ജെല്ലി ഫിഷും അതിൻ്റെ വേറെ ഡിഫറെൻറ്റ് സ്പീഷീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടൈനി ജെല്ലി ഫിഷസൊക്കെ ഉണ്ട്. സോ അങ്ങനെ ഈ ഒരു ബാലസ്റ്റ് വാട്ടർ ചൈനയിൽ നിന്ന് എടുക്കുമ്പോൾ ഈ ജെല്ലി ഫിഷസൊക്കെ ആ ഒരു വെള്ളത്തിൽ കയറുകയാണെന്ന് വെക്കുക. എന്നിട്ട് ഈ ഒരു ഷിപ്പ് ട്രാവൽ ചെയ്ത് വന്നിട്ട് ഇന്ത്യയിലെത്തി നമ്മുടെ മുംബൈ പോർട്ടിലെങ്ങാനും ഇവർ അത് തട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വെൻ ദേ ഡം ദ വാട്ടർ ഇൻ ടു ദി അറേബ്യൻ സീ, ഈ ഒരു ജെല്ലി ഫിഷ് ഇന്ത്യൻ വാട്ടറിൽ സ്പ്രെഡ് ആവുകയും അത് അവിടുത്തെ ലോക്കൽ ഫിഷിനെ കൊല്ലുകയും ഫിഷിംഗ് ഇൻഡസ്ട്രിയെ തന്നെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും അല്ലേ. സോ ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ദ ബാലസ്റ്റ് വാട്ടർ കൺവെൻഷൻ ട്രൈസ് ടു സ്റ്റോപ്പ്. പക്ഷേ ഇന്ത്യ ഇതുവരെ ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ല. സോ ആ ഒരു റിസ്ക് ഇപ്പോഴും ഉണ്ട്. സോ ഇനി നമ്മൾ നോക്കുന്നത്, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷിപ്പ് അങ്ങനെ ഒരു ഡാമേജ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൂ വിൽ ബി റെസ്പോൺസിബിൾ എന്നുള്ള കാര്യമാണ്. ഓഫ് കോഴ്സ് ആ ഒരു ഷിപ്പ് ഓണറാണ് ശരിക്കും ലീഗലി റെസ്പോൺസിബിൾ. അതായത് വല്ല കാർഗോ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ആ ഒരു കാർഗോന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ദ ഓണർ മസ്റ്റ് പേ. ഓക്കെ, അതേപോലെ ഒരു എൻവയോൺമെൻറ്റൽ ഡാമേജ് അതിൻ്റെ ആ ഒരു ഇതിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓയിൽ ലീക്കുകളോ അല്ലെങ്കിൽ കെമിക്കൽ സ്പില്ലുകളൊക്കെ സീൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ഓണർ റെസ്പോൺസിബിൾ ആണ്. ഇവിടെ നമുക്ക് പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെംനിറ്റി ക്ലബിനെ പറ്റിയിട്ട് നോക്കാനുണ്ട്. ഈ ഒരു P&I ക്ലബ്ബ്, ഇത് മെയിൻലി ഇതൊരു ഇൻഷുറൻസ് ആണ്. ഓക്കെ, ഷിപ്പുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ദാറ്റ് ഹെൽപ്സ് ടു പേ ഫോർ ലോസ് ഓർ ഡാമേജ്ഡ് കാർഗോ, ഓയിൽ സ്പിൽസ് ഓർ എൻവയോൺമെൻറ്റൽ ഹാം, പീപ്പിൾ ഗെറ്റിംഗ് ഇൻജേർഡ് ഓർ ഡൈയിങ് ഇൻ ദി ആക്സിഡൻറ്റ്. സോ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഷുറൻസ് തുക ഈ ഒരു ക്ലബ്ബ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. സോ ഇതിനെന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ എന്നാണ്, ലൈക്ക് ഹൗ മച്ച് മണി ദേ പേ. അതായത് ഇപ്പോൾ ഒരു കാർഗോ ലോസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്, അല്ല അതിനൊരു ക്യാപ് ലിമിറ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഒരു ക്യാപ് ലിമിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് എ മാക്സിമം എമൗണ്ട് ഓർ ബൗണ്ടറി സെറ്റ് ഓൺ സംതിങ് പ്രിവെൻറ്റിങ് ഇറ്റ് ഫ്രം എക്സീഡിങ് ആ സ്പെസിഫൈഡ് ലെവൽ. ഇനിയിപ്പോൾ അതൊരു എൻവയോൺമെൻറ്റൽ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റ് ഇല്ല, അല്ലേ, ദർ ഈസ് നോ ക്യാപ്. സോ ആ ഒരു ഷിപ്പ് ഓണർ ദേ മസ്റ്റ് ഹാവ് ടു പേ ആസ് മച്ച് ആസ് നീഡഡ് ടു ഫിക്സ് ദ ഡാമേജ്. സോ എന്താണൊരു എൻവയോൺമെൻറ്റൽ ഡാമേജ് ആയിട്ട് കണക്കാക്കുക എന്ന് നോക്കിയാൽ, ഇപ്പോൾ അവിടുത്തെ മത്സ്യങ്ങളൊക്കെ ചത്തു കഴിഞ്ഞാൽ ഇഫ് ദോസ് ഫിഷ് ഡൈ, അതായത് അത് അവിടുത്തെ ലോക്കൽ ഫിഷർമാനെ വളരെയധികം ഹേർട്ട് ചെയ്യും, അത് അല്ലേ. അതേപോലെ തന്നെ ഓയിൽ സ്പില്ലിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ that could hurt the beaches and tourism. Damage to boat and transport system ഒക്കെ ഈ ഒരു എൻവയോൺമെൻറ്റൽ ഡാമേജിൻ്റെ അണ്ടറിൽ വരും. സോ ഒരാൾ പൊല്യൂഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് പേ ഫോർ ദ ഡാമേജ് എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു പൊല്യൂട്ടർ പേസ് എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് നോക്കാൻ പോകുന്നത്, ഡു കൺട്രീസ് പ്രൊട്ടക്ട് ഷിപ്പ് ഓണേഴ്സ് ഫ്രം ഹ്യൂജ് കോസ്റ്റ്. അതായത് ചില നാഷണൽ ലോസിന് ഇങ്ങനെ ലിമിറ്റ് ഉണ്ട്. അതായത് ഹൗ മച്ച് മണി the ship owner can be forced to pay to protect them from going bankrupt. സോ നമുക്ക് ഈസി ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലൊക്കെ ഉണ്ടായ പോലത്തെ ഒരു ഇൻസിഡൻറ്റ്, അതായത് എ ഷിപ്പ് ക്യാരിയിങ് ഓയിൽ സ്പിൽസ് ഫ്യൂവൽ നിയർ കൊച്ചി. ഈ ഒരു ഓയിൽ സ്പ്രെഡ് വാട്ടറിൽ ഈ ഒരു സ്പ്രെഡ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് മത്സ്യങ്ങളൊക്കെ കൊല്ലാൻ ചാൻസ് ഉണ്ട്, കില്ലിങ് ഫിഷ്, ആൻഡ് ഇറ്റ് കുഡ് എഫക്ട് ദി ഫിഷർമാൻസ് ഇൻകം. അതേപോലെ തന്നെ ബീച്ച് ടൂറിസത്തിനെ ഇത് വല്ലാണ്ട് നെഗറ്റീവായിട്ട് ഹേർട്ട് ചെയ്യും. സോ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഷിപ്പ് ഓണർ ആയിരിക്കും റെസ്പോൺസിബിൾ. അതേപോലെ തന്നെ ഈ ഒരു നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത ആ ഒരു ക്ലബ്ബില്ല, ആ ഒരു ഷിപ്പുകളുടെ ഇൻഷുറൻസ് ഉള്ള ആ ഒരു P&I ക്ലബ്ബ്, അവർ ഏകദേശം ദേ വിൽ ഹെൽപ്പ് ടു കവർ ദ കോസ്റ്റ്. പക്ഷേ ഇതൊരു അറ്റ് എ ടൈം ഇതൊരു എൻവയോൺമെൻറ്റൽ ഡാമേജും കൂടിയാണല്ലേ. സോ അതിന് ലിമിറ്റ് ഇല്ല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സോ അങ്ങനെ ഒരു ക്ലീനപ്പോ കോമ്പൻസേഷനോ ഒക്കെ കൊടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അത് കോടികളുടെ ഇതായിരിക്കും കൊടുക്കേണ്ടി വരിക. ഓക്കെ, ഇറ്റ് കുഡ് കോസ്റ്റ് ക്രോർസ് ഓഫ് റുപ്പീസ്. സോ നമ്മൾ ഇത്രത്തോളം മോഡേൺ ടെക്നോളജി നമുക്ക് ഉണ്ടായിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഷിപ്പുകൾ മുങ്ങുന്നത് എന്നുള്ള കാര്യം എടുത്താൽ, വൈ ഷിപ്പ് സ്റ്റിൽ സാങ് ടുഡേ ഈവൻ വിത്ത് മോഡേൺ ടെക്നോളജി എന്ന് എടുത്താൽ, ഒന്ന് സീയുടെ ആ ഒരു അൺപ്രഡിക്റ്റബിൾ ആണ്, അല്ലേ. കടൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ദി ഓഷ്യൻ ക്യാൻ ബി വെരി റഫ്. വലിയ തിരമാലകളും അതേപോലെ വളരെ ശക്തമായ കാറ്റൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടൈമിലായിരിക്കും അത് വരിക. സോ മോഡേൺ ഷിപ്പ്, ഈവൺ ദോ ദേ ആർ സ്ട്രോങ്, ദേ ക്യാൻ സ്ട്രഗിൾ ഇൻ എക്സ്ട്രീം വെദർ എന്നുള്ളതാണ്. മോഡേൺ ഷിപ്പ് ക്യാൻ സ്ട്രഗിൾ ഇൻ എക്സ്ട്രീം വെദർ ഈവൺ സ്ട്രോങ്. സോ എൽസ 3 ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഒരു കൊച്ചി തീരത്തിൻ്റെ അടുത്ത് ഈ ഒരു എൽസ 3 ഷിപ്പ് മുങ്ങി.
അതിന് മെയിനായിട്ടുള്ള കാര്യം ആ ഒരു സീൻ്റെ ആ ഒരു റഫ് സീ കൊണ്ട് തന്നെ ആ ഒരു ടിൽറ്റിംഗ് ഉണ്ടായിട്ടാണ് അത്. അപ്പോൾ ആ ഒരു കണ്ടെയ്നർ ദേ ഫെൽ ഓഫ്, മേക്കിംഗ് ദ ഷിപ്പ് ഈവൺ മോർ അൺബാലൻസ്ഡ് ആൻഡ് ഇറ്റ് ഇവൻച്വലി സാങ്ക്. പിന്നെ ഹ്യൂമൻ മിസ്റ്റേക്സ് കാരണം ഉണ്ടാവാം അല്ലെ, ഹ്യൂമൻ എറേഴ്സോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഫോൾട്ട് കൊണ്ട് ചിലപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ആയി കഴിഞ്ഞാൽ അതൊരു മേജർ ആക്സിഡൻറ്റിലോട്ടായിരിക്കും പോവുക, അതിൽ സംശയമില്ല. പിന്നെ ചില ഷിപ്പുകളൊക്കെ ഈ കോസ്റ്റിൻ്റെ അടുത്ത് കൂടെ അവർ സെയിൽ ചെയ്യും. അതായത് അതെന്തിനാന്ന് വെച്ചാൽ ഈ അതിൻ്റെ അകത്തുള്ള ക്രൂ മെമ്പേഴ്സിന് മൊബൈൽ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് വിൽ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഹിറ്റിംഗ് റോക്സ് ഓർ ഷാലോ ഏരിയാസ് അല്ലേ. ഇതിന് എക്സാമ്പിളായിട്ട് വക്കാഷിയോ ഓയിൽ സ്പിൽ 2020 മൗറീഷ്യസിൽ അങ്ങനൊരു ലാൻഡിൻ്റെ അടുത്ത് കൂടെ ഇവർ സെയിൽ ചെയ്തിട്ടൊരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിനൊരു എക്സാമ്പിളാണ്. പിന്നെ ടൈറ്റാനിക് ആൻഡ് സേഫ്റ്റി റൂൾസ്, അതായത് ടൈറ്റാനിക്കിൻ്റെ ആ ഒരു 1912 1912 ടൈറ്റാനിക് മുങ്ങിയതിന് ശേഷം ഒരുപാട് സേഫ്റ്റി റൂൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ, സോളാസ് കൺവെൻഷൻ. സോ ഇത് പ്രകാരം പറയുന്നത് ഷിപ്പുകളിലൊക്കെ ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ വേണം എന്നുള്ളതാണ്, ഓൺ ബോത്ത് സൈഡ്സ് ഫോർ ഓൾ പാസഞ്ചേഴ്സ്. പിന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനായ IMO അവർ ഈ ഒരു ഷിപ്പ് സേഫ്റ്റി റൂൾസൊക്കെ ഡെയിലി അല്ല, ദേ കീപ്പ് അപ്ഡേറ്റിംഗ് ഷിപ്പ് സേഫ്റ്റി റൂൾസ് ആഫ്റ്റർ every major accidents to prevent similar future disasters. So in short we can say that even today ship sinks because of ഒന്ന് ബാഡ് വെതർ അതുകൊണ്ടാവാം, കാലാവസ്ഥ കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ വരുത്തുന്ന ഏതെങ്കിലും മിസ്റ്റേക്ക്, ഹ്യൂമൻ എറേഴ്സ് കൊണ്ടാവാം, അല്ലെങ്കിൽ ടെക്നിക്കൽ ഫോൾട്ടുകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ റിസ്കി സെയിലിംഗ് പാത്തുകൾ അതുകൊണ്ടാവാം. ഓക്കെ, ആൻഡ് ദാറ്റ്സ് വൈ ഇൻ്റർനാഷണൽ റൂൾസ് കീപ് ചേഞ്ചിങ് ടു മേക്ക് ഷിപ്സ് സേഫർ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് വൈ ഷുഡ് സെക്ഷൽ അബ്യൂസ് സർവൈവേഴ്സ് ബി ട്രീറ്റഡ് ഹൗ ഷുഡ് സെക്ഷൽ അബ്യൂസ് സർവൈവേഴ്സ് ബി ട്രീറ്റഡ്. സോ ഇത് വരുന്നത് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 1 വരുന്നതാണ് അല്ലേ, റോൾ ഓഫ് വിമൻ ആൻഡ് വിമൻ ഓർഗനൈസേഷൻസ്, population and associated issues, poverty, development issues, urbanization, their problems and their remedies. Mainly role of women and women organizations in അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. സോ ഈ ഒരു ന്യൂസ് നോക്കുമ്പോൾ ഡൽഹി ഹൈക്കോർട്ട് പുതിയ റൂൾസ്, അതായത് ഗൈഡ് ലൈൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ടു ഹോസ്പിറ്റൽസ് ഫോർ ഹാൻഡ്ലിങ് പ്രഗ്നൻസി ടെർമിനേഷൻ, അബോർഷൻ കേസസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ റൂൾസ് ഗൈഡ് ലൈൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഫോർ റേപ്പ് സർവൈവേഴ്സ്. സോ എന്തുകൊണ്ടാണ് വൈ വേർ ദീസ് റൂൾസ് നീഡഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു മൈനർ ഗേള്, ഒരു റേപ്പ് സർവൈവർ, ഈ ഒരു ഷി വാസ് ഡിനൈഡ് അബോർഷൻ ബിക്കോസ് ഓഫ് മിസ്കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി ഹോസ്പിറ്റൽ സ്റ്റാഫ് ഡ്യൂ ടു ഡിലേ ആൻഡ് പുവർ കോർഡിനേഷൻ ആൻഡ് കൺഫ്യൂഷൻ ഇൻ ഫോളോയിങ് ദ പ്രോപ്പർ പ്രോസസ്. സോ ദിസ് ഹാസ് കോസ്റ്റ് അൺനെസസറി സഫറിങ് അല്ലേ. അതോടൊപ്പം തന്നെ it has denied her timely medical help. സോ ഇവിടെ നോക്കാനുള്ളത് MTP പറ്റിയിട്ടാണ്. ഓക്കെ, ഈ ഒരു MTP ഇത് സ്റ്റാൻഡ്സ് ഫോർ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതൊരു ലീഗൽ അബോർഷൻ ഇന്ത്യയിൽ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള അതിനെ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി എന്നുള്ള ഒരു റൂള്. സോ സ്പെഷ്യൽ റൂൾസ് അപ്ലൈ വെൻ ദ പ്രഗ്നൻസി ഈസ് ഡ്യൂ ടു റേപ്പ്, എസ്പെഷ്യലി മൈനേഴ്സിന് ബിലോ 18 ഇയേഴ്സിന് അണ്ടറുള്ള ആൾക്കാർക്ക് സ്പെഷ്യൽ റൂൾസ് ആണ്. They apply when the pregnancy is due to rape, especially for minors below 18 years. So കോർട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ദ കോർട്ട് സെഡ് ദാറ്റ് ഹോസ്പിറ്റൽസ് വളരെ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യണം, എന്നിട്ട് അവർ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള പ്രോസസ്സ് അവർ ഫോളോ ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം, പ്രോപ്പർലി അത് കോർഡിനേറ്റ് ചെയ്യണം ഇങ്ങനത്തെ സെൻസിറ്റീവ് കേസസിൽ. സോ ഇതിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ ഒരു സർവൈവേഴ്സിൻ്റെ ഹെൽത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ആൻഡ് ടു അവോയ്ഡ് സച്ച് മിസ്റ്റേക്സ് ഇൻ ഫ്യൂച്ചർ. So in a minor rape survivor, she was denied timely abortion due to hospital confusion. So ഒരു ഡൽഹി ഹൈക്കോർട്ട് they stepped in and പുതിയൊരു റൂൾസ് മുന്നോട്ട് വെച്ചു, അതായത് ടു മേക്ക് ഷുവർ ദിസ് ഡസൻറ്റ് ഹാപ്പൻ അഗെയിൻ എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. സോ 17 വയസ്സ് മാത്രമുള്ളൊരു പെൺകുട്ടി ആൻഡ് ഷി വാസ് എ റേപ്പ് സർവൈവർ വാസ് ടേക്കൺ ടു എയിംസ് ഹോസ്പിറ്റൽ ഇൻ ഡൽഹി. സോ ആ ഒരു പെൺകുട്ടി അവിടെ ചെയ്യുന്നത് മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടും നമ്മുടെ ആ ഒരു അബോർഷന് വേണ്ടിയിട്ടുമായിരുന്നു, MTPക്ക് വേണ്ടിയിട്ടായിരുന്നു, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട്, അബോർഷന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലുകാർ ആ കുട്ടിയെ റിഫ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ദ ഹോസ്പിറ്റൽ റിഫ്യൂസ് ടു ഹെൽപ്പ് ഈവൻ ദോ ആ പെൺകുട്ടി പറഞ്ഞു, ആ പെൺകുട്ടിയുടെ കൂടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, FIR ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഹോസ്പിറ്റലുകാർ ഒരു അൾട്രാസൗണ്ട് ആ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിഫ്യൂസ് ചെയ്തു. ആൻഡ് അവർ പറഞ്ഞത് ആ ഒരു പെൺകുട്ടിക്ക് വേണ്ട ID പ്രൂഫ് ഇല്ല എന്നാണ് ഹോസ്പിറ്റലുകാർ പറഞ്ഞത്. ഷീ ഹാഡ് നോ ID പ്രൂഫ് ആൻഡ് വിച്ച് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മെനി മൈനേഴ്സ് ഇൻ സച്ച് കേസസ് അല്ലേ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ആ ഒരു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വളരെ ക്ലിയർ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. അതായത് അബോർഷനായിട്ട് പ്രൊസീഡ് ചെയ്യണം, അതിനുശേഷം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ക്ലിയർ ആയിട്ടുള്ള ഓർഡർ ഹോസ്പിറ്റലുകാർക്ക് കൊടുത്തിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ ഒരു നമ്മുടെ എയിംസ് ഹോസ്പിറ്റൽ അത് ഡിലേ ചെയ്യുകയാണ് ചെയ്തത്. അവർ പറഞ്ഞു അവർക്ക് ഒരുപാട് ഐഡൻറ്റിറ്റി ചെക്സ് വേണം, അതേപോലെ തന്നെ ആ കുട്ടിയെ ഒരു ഓസിഫിക്കേഷൻ ടെസ്റ്റിന് വിധേയമാക്കണം. ഒരു ബോൺ ടെസ്റ്റാണ്, ഏജ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബോൺ ടെസ്റ്റാണ് ഈ ഓസിഫിക്കേഷൻ ടെസ്റ്റ്, അതിനെ വിധേയമാക്കണം എന്ന് പറഞ്ഞു. പിന്നെ പ്രഗ്നൻസി വീക്കിൽ വന്നൊരു കൺഫ്യൂഷനാണ്, അതായത് ഇത്രയും ഡിലേ ഉണ്ടായിട്ട് അൾട്രാസൗണ്ട് ആ ഒരു സ്കാനിങ് അവസാനം നടത്തി, എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ എയിംസ് പറഞ്ഞു അതായത് ആ കുട്ടി 25 ആഴ്ചയും 4 ദിവസവും പ്രഗ്നൻറ്റ്, 25 വീക്സ് ആൻഡ് 4 ഡേയ്സ് പ്രഗ്നൻ്റ് ആണ്. ആൻഡ് നോർമലി 24 ആഴ്ചയാണ് ആ ഒരു ലീഗൽ ലിമിറ്റ്, അബോർഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലീഗൽ ലിമിറ്റ് 24 വീക്സ് ആണ്. പക്ഷേ ഈ ഒരു പെൺകുട്ടിക്ക് 25 ആഴ്ചകളും 4 ദിവസമായിരുന്നു എയിംസ് പറഞ്ഞു. പക്ഷെ പിന്നീട് ഒരു മെഡിക്കൽ ബോർഡ്, അതായത് കോർട്ടിൻ്റെ ഓർഡർ പ്രകാരമുള്ള ഒരു മെഡിക്കൽ ബോർഡ് അവർ കണ്ടുപിടിച്ചു, അതായത് 23 ആഴ്ചകളും 4 ദിവസവും മാത്രമേ ആയിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ഷീ വാസ് ഫിറ്റ് ഫോർ MTP. സോ ഇത് കാണിക്കുന്നത് വളരെ മേജർ മിസ്റ്റേക്ക് ആണല്ലേ, മെഡിക്കൽ റിപ്പോർട്ടിൽ വന്ന വളരെ മേജർ മിസ്റ്റേക്കാണ്. ആൻഡ് അപ്പോൾ കോർട്ട് പറഞ്ഞു, ഡൽഹി ഹൈക്കോർട്ട് ഇറ്റ് വാസ് വെരി അപ്സെറ്റ്. ആൻഡ് കോർട്ട് പറഞ്ഞത് ഇവിടെ ഹോസ്പിറ്റലുകാർ കാണിച്ചത് വളരെ പുവർ കോർഡിനേഷനാണ്, അതേപോലെ തന്നെ സീരിയസ് ഡിലേസ് അവരുണ്ടാക്കി, അതേപോലെ തന്നെ ദ ഗേൾ വാസ് ഓൾമോസ്റ്റ് ഡിനൈഡ് ഹെർ ലീഗൽ റൈറ്റ് ടു മെഡിക്കൽ ഹെൽപ്പ് അല്ലേ. അതേപോലെ കോൺഫ്ലിക്റ്റിംഗ് പ്രഗ്നൻസി റിപ്പോർട്ട് ഷോഡ് ലാക്ക് ഓഫ് കെയർ ആൻഡ് അക്കൗണ്ടബിലിറ്റി. സോ ഒരു 17 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു റേപ്പ് സർവൈവർ വാസ് wrongly denied an abortion at the AIIMS due to missing ID and hospital mismanagement. ലീഗൽ ഓർഡേഴ്സിന് ശേഷം പോലും ഈ ഒരു ഡിലേ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത് ആ ഹോസ്പിറ്റലിൽ. ലേറ്റർ ദ കോർട്ട് ഫൗണ്ട് ദ മെഡിക്കൽ റിപ്പോർട്ട് വാസ് റോങ്. ആ കുട്ടി ആ ഒരു MTPക്ക് വേണ്ടിയിട്ട് എലിജിബിൾ ആയിരുന്നു ആ ഒരു പെൺകുട്ടി, പക്ഷേ നമ്മുടെ എയിംസ് അത് ഡിനേ ചെയ്തു. സോ ദ ഡൽഹി ഹൈക്കോർട്ട് സ്ട്രോങ്ലി ക്രിട്ടിസൈസ് ദ സിസ്റ്റം ഫോർ ഫെയിലിംഗ് എ വൾണറബിൾ മൈനർ. And next we'll look on to the directions given by the Delhi High Court to hospitals after the mishandling of the minor rape survivors case. ഒന്ന്, ID വെരിഫിക്കേഷനിൽ ഡിലേ വരുത്തരുത് എന്ന് കോടതി പറഞ്ഞു. അതായത് ഒരു റേപ്പ് സർവൈവർ പോലീസുമായിട്ടാണ് വരുന്നത്, അവർക്കൊരു FIR ഫയൽ ചെയ്തിട്ടുണ്ട് ആ ഒരു കേസിലെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഒരു എക്സ്ട്രാ ID പ്രൂഫ് അവരുടെ കയ്യിൽ നിന്ന് ചോദിക്കരുത്, ഷുഡ് നോട്ട് ആസ്ക് ഫോർ എക്സ്ട്രാ ID പ്രൂഫ് എന്ന് കോടതി പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ആ ഒരു ലീഗൽ ലിമിറ്റ് അബോർഷന് വേണ്ടിയിട്ടുള്ളത് 24 ആഴ്ചകളാണെന്ന് പറഞ്ഞു. ആൻഡ് ഈ ഒരു പ്രഗ്നൻസി 24 ആഴ്ചകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസ് ഉടനെ തന്നെ ഒരു മെഡിക്കൽ ബോർഡ് ഇമീഡിയറ്റ്ലി ഫോം ചെയ്യണം, കോർട്ട് ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞു. പിന്നെ റൂൾസ് റെഡി ആയിരിക്കണം, അത് ക്ലിയർ ആയിരിക്കണം എന്ന് പറഞ്ഞു. അതായത് ഈ ഒരു എമർജൻസി ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് മസ്റ്റ് കീപ്പ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ലീഗൽ റൂൾസ് റെഡി. പിന്നെ ദേ ഷുഡ് മേക്ക് ഷുവർ, അതായത് ഈ ഒരു MTP ആക്ട്, അബോർഷൻ ലോ ആയിട്ടും പോക്സോ ആക്റ്റായിട്ടും കോർട്ട് ഓർഡേഴ്സൊക്കെ ആയിട്ട് ആ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് അറിയാവുന്ന ഡോക്ടേഴ്സിനെ വെക്കണം. റെഗുലർ ട്രെയിനിങ് നടത്തണം. എല്ലാ ഹോസ്പിറ്റൽസും ദേ മസ്റ്റ് ഹോൾഡ് ട്രെയിനിങ് എവറി 3 months ഫോർ ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ് ആൻഡ് ദേ ഷുഡ് ബി ഡൺ വിത്ത് ദി ഹെൽപ്പ് ഫ്രം ലീഗൽ എയ്ഡ് ഓർഗനൈസേഷൻസ്. ലീഗൽ എയ്ഡ് ഓർഗനൈസേഷൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് വേണം ഇത് ചെയ്യാൻ. with like Delhi State Legislative Services Authority and Delhi High Court Legal Services Committee നോഡൽ ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം. എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽസും ഒരു നോഡൽ ഓഫീസറെ, അതായത് ഒരു സീനിയർ പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യണം. ആൻഡ് ആ ഒരു ആളായിരിക്കണം ഈ ഒരു പോലീസുമായിട്ടും നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആയിട്ടും കോർട്ടുകളായിട്ടും ഫാമിലീസൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളായിട്ട് ഈ ഒരു നോഡൽ ഓഫീസറെ വെക്കണം. പിന്നെ കൺസെൻറ്റ് പ്രോസസ്സാണ്, അതായത് പ്രോപ്പറായിട്ടുള്ള കൺസെൻറ്റ് ഹോസ്പിറ്റൽസ് എടുക്കണം അബോർഷന് വേണ്ടിയിട്ട്. അത് ആ സർവൈവറിൻ്റെ കയ്യിൽ നിന്നാവാം, അല്ലെങ്കിൽ ഗാർഡിയൻ്റെ കയ്യിൽ നിന്നാവാം. ആൻഡ് അവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ വേണം അത് ആ ഒരു കൺസെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഹിന്ദി ഓർ ഇംഗ്ലീഷ്. ആൻഡ് ഈ ഒരു ഫോർമാലിറ്റീസുമായിട്ട് ഒരിക്കലും ഡോണ്ട് ബി ടു സ്ട്രിക്റ്റ് വിത്ത് ദ ഫോർമാലിറ്റീസ് എന്ന് കോർട്ട് പറഞ്ഞു, എസ്പെഷ്യലി മൈനർ കേസസിൽ.
മെഡിക്കൽ ഹെൽപ്പ് അതിൽ ഒരു ഡിലേയും വരുത്തരുതെന്ന് പറഞ്ഞു. അതായത് ഇഫ് എ സർവൈവർ ഓഫ് റേപ്പ് ഓർ സെക്ഷൽ അസോൾട്ട് കംസ് ഇൻ ആ ഒരു ഹോസ്പിറ്റൽസ് ദേ മസ്റ്റ് ഡു എ ഫുൾ മെഡിക്കൽ ചെക്കപ്പ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, അവിടെ ഒരു തരത്തിലുള്ള ലാഗും വരുത്തരുതെന്ന് പറഞ്ഞു. കോർട്ട് പൊതുവെ ഹോസ്പിറ്റൽസിൻ്റെ അടുത്ത് പറഞ്ഞത് ബി ഫാസ്റ്റ്, ബി സെൻസിറ്റീവ് ആൻഡ് ഡോൺ ഡിലേ because of paperwork and make sure all staff are trained and aware of survivor rights എന്നാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വാട്ട് ദ ഡൽഹി പോലീസ് വാസ് ടോൾഡ് ടു ഡു ബൈ ദ ഡൽഹി ഹൈക്കോർട്ട് എന്നുള്ളതാണ്. ഏപ്രിൽ 2024 ഒരു കോർട്ട് നോട്ടിഫിക്കേഷൻ പ്രകാരം, അതായത് ഒരു മൈനർ റേപ്പ് സർവൈവർ, അതായത് 24 വീക്സിന് മേലെ ആയിട്ടുള്ള ആ ഒരു, അങ്ങനെയാണ് അവരുടെ ആ ഒരു, ഇഫ് എ മൈനർ റേപ്പ് സർവൈവർ ഈസ് ഓവർ 24 വീക്സ് പ്രഗ്നൻറ്റ് ആൻഡ് അവർക്ക് ആ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് ആ ഒരു റേപ്പ് സർവൈവറിനെ ഹോസ്പിറ്റലിലോട്ട് വിട്ടതെങ്കിൽ ദ CWC, അതായത് ഈ ഒരു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉടനെ തന്നെ ഡൽഹി ഹൈക്കോർട്ട് ലീഗൽ സർവീസസ് കമ്മിറ്റിയെ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കണം, ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞു. ആൻഡ് എല്ലാ 6 മാസം കൂടുമ്പോഴും ഡൽഹി പോലീസിന് ട്രെയിനിങ് കൊടുക്കണം. ആ ഒരു ട്രെയിനിങ് അവരെ ഒരു വർഷത്തിൽ 2 തവണ അറ്റൻഡ് ചെയ്യണം. ഈ ഒരു MTP കേസസ്, അബോർഷൻ കേസസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് അവർ പഠിക്കണം. കോർട്ടിൻ്റെ ഓർഡേഴ്സ്, വാട്ട് കോർട്ട് ഹാസ് ഓർഡേർഡ് എന്നവർ മനസ്സിലാക്കണം. ആൻഡ് ഹൗ ടു വർക്ക് വിത്ത് ഹോസ്പിറ്റൽസ് ആൻഡ് വെൽഫെയർ ഏജൻസീസ്. This Delhi police must attend training twice a year on how abortion cases are handled, what court have ordered and how to work with hospitals and welfare agencies എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സർവൈവേഴ്സിനെ ഒരു ഡിലേയും കൂടാതെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കണം. ഓക്കെ, ടേക്ക് സർവൈവേഴ്സ് ടു ഹോസ്പിറ്റൽ വിതൗട്ട് എനി ഡിലേ. പോലീസ് ഇത് ഉറപ്പുവരുത്തണം, അതായത് ആ ഒരു സർവൈവേഴ്സിനെ ദേ ഷുഡ് ബി ടേക്കൺ ക്വിക്ക്ലി ടു ദ റൈറ്റ് ഹോസ്പിറ്റൽ ഓർ മെഡിക്കൽ ബോർഡ്. ഒരു അൺനെസസറി വെയിറ്റിങ്ങോ ഡിലേയോ അതിൽ വരുത്തരുത്. എല്ലാ കേസ് ഡോക്യുമെൻറ്റ്സും പോലീസ് ഓഫീസേഴ്സ് അവരുടെ കയ്യിൽ വെക്കണം. FIRും കേസ് ഫയലും ഒക്കെ അവരുടെ കയ്യിൽ വെക്കണം. ആൻഡ് എനി അതർ ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സ്. സോ ആ ഹോസ്പിറ്റലുകാർ അവിടെ ഒരു ഡിലേ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഓക്കെ, ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ ആ ഒരു ഡിലേ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കയ്യിൽ വെക്കണം എന്ന് കോടതി പറഞ്ഞത്. So the Delhi police must act fast, bring full paperwork and well trained to ensure minor rape survivors get timely and proper medical help, especially in serious pregnancy cases. Okay, so that's it guys. നാളെ ഇപ്പോൾ വേറെ ടോപ്പിക്കുമായിട്ട് വരാം. Okay, bye, have a nice day.